നീറ്റ് പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ടെലിഗ്രാം ചാനലുകൾക്കെതിരെ നടപടി. 50-ലേറെ ടെലിഗ്രാം ചാനലുകൾ ബ്ലോക്ക് ചെയ്തു. ചോർന്ന ചോദ്യപേപ്പർ എന്ന പേരിലുള്ള ഉള്ളടക്കം പ്രചരിപ്പിച്ചതിനാണ് നടപടി. വിനീത വിജയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട് നിരവധി ടെലിഗ്രാം ചാനലുകൾ സംശയാസ്പദമായി ഇത്തരത്തിലുള്ള ചോദ്യപേപ്പർ ചോർന്നത് എന്ന രീതിയിലുള്ള ഉള്ളടക്കം പ്രചരിപ്പിച്ചിരുന്നു. അത്തരത്തിൽ തെറ്റായ ഉള്ളടക്കം പ്രചരിപ്പിക്കുന്നതിനെതിരെ നടപടികൾ സ്വീകരിക്കാറുണ്ട്. അത്തരത്തിൽ 50-ലേറെ ടെലിഗ്രാം ചാനലുകളാണ് ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ നീറ്റ് പരീക്ഷ നടക്കുമ്പോൾ ആദ്യം തന്നെ ഈ ചോദ്യപേപ്പർ ചോർച്ച അത് വലിയ വിവാദമാകുന്നു. ലക്ഷക്കണക്കിന് പേർ അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിന് ഇറങ്ങുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വീണ്ടും തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നു. അതായത് ചോർന്ന ചോദ്യപേപ്പർ എന്ന പേരിൽ ഉള്ളടക്കം ചില ടെലിഗ്രാം ചാനലുകളിലൂടെ പ്രചരിക്കുന്നു. അത്തരത്തിൽ പ്രചരിപ്പിച്ച ചാനലുകൾക്കെതിരെയാണ് നടപടി ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്നത്. 50-ലേറെ ടെലിഗ്രാം ചാനലുകൾക്കെതിരെയാണ് നടപടി. സ്വാഭാവികമായും നമുക്ക് ഉറച്ച വിശ്വാസമില്ലാത്ത കാര്യങ്ങൾ ഇത്തരത്തിൽ ഓൺലൈനിലൂടെ ഷെയർ ചെയ്യാൻ പാടുള്ളതല്ല. അത്തരത്തിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇത്തരം കാര്യങ്ങൾ ദുരുപയോഗം ചെയ്യുകയും തെറ്റായ വിവരങ്ങൾ മിസ് ഇൻഫോർമേഷൻ ആൾക്കാരിലേക്ക് എത്തിക്കുന്ന ചാനലുകൾക്കെതിരെയാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. പല ടെലിഗ്രാം ചാനലുകളും ഈ മട്ടിൽ ചോർന്ന നീറ്റ് ചോദ്യപേപ്പർ എന്ന ഒരു ഉള്ളടക്കം പ്രചരിപ്പിച്ചു. അതിനാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. കുറച്ച് സമയത്തിനുള്ളിൽ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി വിനീത വിജി ഡൽഹിയിൽ നിന്ന് ചേരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.